ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒരുപാട് മാറ്റമുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. ഉണ്ടല്ലേ, പെട്ടിയും ബാഗും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ഒരു യൂട്യൂബിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് വന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളിവിടെ ഒരാളടുത്ത് കയറണമല്ലോ, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എവിടേക്കാന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളതാക്കണം ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളതാക്കണം ഷാജഹാൻ ഷാജു ഒക്കെ ഉണ്ട്. എത്തത് സഞ്ചിയിലൊക്കെ എന്താ വലിയ ഓപ്പ് ഇതൊക്കെ മറ്റേ ഇത് കയറാൻ പോകണ്ട ബാഗൊക്കെ കൂടെ ഒരുമാതിരി. ഗൈസ്, ഈ മണ്ടൻ ഇന്നലെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങി. എന്താ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ? എന്നിട്ട് എന്നുണ്ട് ഞാൻ താഴെ കേട്ടോ, എന്നെ വിളിച്ചാണ്ട് കരയാ, എടോ ലിഫ്റ്റ് കുടുങ്ങിയടോ, ഓഫ് ആയടോ പറഞ്ഞിട്ട്. ആകെ പേടിച്ചില്ലേ ഈ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് ഇന്ന് കാണാൻ പോണ ആളെ സ്ഥലം. ഇത് മുന്നേ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടണോ? അസ്സലാമു അലൈക്കും. സുഖമല്ലേ? വേറെ ഒരു മരുന്നില്ല. ഇപ്പൊ ആയുർവേദമൊക്കെ നമ്മളിപ്പോൾ എവിടെ പോയി ചികിത്സിച്ച് പറഞ്ഞാൽ അവർ 21 ദിവസം കിടക്കാനൊക്കെ പറയും. ആ കിടന്ന റെസ്റ്റ് എടുക്കുമ്പോഴാണ് കുറേത് മസിൽസ് റിലാക്സ് ചെയ്യാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ അടിച്ച് പിന്നെയും ഓടി നടന്നു കഴിഞ്ഞാൽ പിന്നെയും വേദന വരും. പറഞ്ഞ മനസ്സിലായേ? അപ്പോഴും പെർമനന്റ് റിസൾട്ടിന് വേണ്ടി മസിൽ സ്ട്രെങ്ത് ചെയ്യുക തന്നെ വേണം. അതിന് ഉടായ്പ വഴികളേ ഇല്ല. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ട് ഇനി നമ്മൾ തെറാപ്പി ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ തെറാപ്പി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് വീണ്ടും ഡോക്ടറെ ഒന്നും കൂടി ഒന്ന് കാണണം. ഗൈസ്, നിന്നെ കൊണ്ടുവന്നത് ഷാജു കേട്ടോ, എൻ്റെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? He's been diagnosed for autism and ADHD. We live in UK, but through a very, very strong referral, one of my friend's daughter got better from here. And, treatment from Dr. Ansar, I can say he got magical hands. And my son made in 2 weeks massive improvement. His vocals been very much improved, and also his way of behaving. അപ്പോൾ നമ്മൾ തെറാപ്പി തുടങ്ങി കേട്ടോ. അത് ചെയ്യുന്നത് ആൾ ആകാശ് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, മൂപ്പരോട് നടന്നു വന്നു, കറക്റ്റ് പൊസിഷനിലിരുന്നു. അതെവിടെ വെക്കേണ്ടി വെച്ചാൽ അവിടെ തന്നെ കറക്റ്റ് അത് ചെയ്യണം. മൂപ്പർക്ക് അതിന് അത്ര എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായില്ലേ? ബ്ലൈൻഡ് ആണ് വെച്ചിട്ട് നമ്മൾ കണ്ണ് കാണാതൊക്കെ പവറിലാണ്, പെർഫെക്റ്റാണ് എല്ലാ കാര്യം കൊണ്ടും. ഇതിനൊരു സുഖം കിട്ടാണ്ട് ഇവരൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അട്ടാറായി കയറും ഇത് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, നമുക്കൊക്കെ നമ്മളെ ബോഡിക്കൊക്കെ ഭയങ്കര ഒരു ആവേശം. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പല അസുഖങ്ങൾക്കും ഇപ്പം വാദമായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ കാലുമേൽ ഞരമ്പ് വരുന്നതിന് എന്താ പറയുന്നത്, വെരിക്കോസ്, അതുപോലെ ഈ മൈഗ്രെയിന്, ഇതിനൊക്കെ ഇവർ ഒറ്റ ചികിത്സ. അതെന്താ, കാലിൽ പിടിച്ചിട്ട്. പിന്നെ കാലിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാത്തിൻ്റെയും എൻഡ് വരുന്നത് കാലിലാണ്. അപ്പോൾ നമ്മൾ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്നുള്ളതൊന്ന് നോക്കുക. എന്താ പിന്നെ തെറാപ്പിനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലുള്ള പ്രശസ്തമായ മരുന്നുകളില്ലാത്ത ഓൾട്ടർനേറ്റീവ് തെറാപ്പിയാണ് നാം ചെയ്യുന്നത്. ഇതിലൂടെ സെൽസ് ആക്ടിവേഷൻ നടക്കുന്നതുകൊണ്ട് എല്ലാവിധ ന്യൂറോ രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന കേസുകൾക്ക്. തന്നെ വരുമ്പോൾ എന്തുമില്ല, ശബ്ദം ഉണ്ടായിട്ടില്ല, ഫുൾ ടൈം ഉറക്കമായിരുന്നു. അതായത് അവൻ മരുന്നുകളെല്ലാം കഴിച്ചിരുന്നു, കുറേ നല്ല പവറുള്ള മരുന്നെല്ലാം കഴിച്ചിരുന്നു. ഇപ്പോൾ അതെല്ലാം സ്റ്റോപ്പാക്കി, 5 months ആയിപ്പോൾ സ്റ്റോപ്പാക്കിയിട്ട്. അപ്പോൾ നല്ല മാറ്റമുണ്ട്. കുട്ടികൾക്കുള്ള എല്ലാവിധ ന്യൂറോ രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ്, പ്രത്യേകിച്ച് വേദന സംബന്ധമായ രോഗങ്ങൾക്ക്. ഇപ്പം നടുവേദന, തലവേദന അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും.
അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവിധ രോഗങ്ങൾക്കും തന്നെ വളരെ ആശ്വാസം. കൂടുതലും അലോപ്പതി ആയുർവേദം കൈവിട്ടതോ കണ്ടുപിടിക്കാത്തതുമായ രോഗങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. ഈ ചികിത്സയിലൂടെ പോയി കഴിഞ്ഞാൽ അതിന് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കും. മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? മരുന്നില്ലാത്ത തെറാപ്പിയിലൂടെയാണ് നാം എല്ലാം കറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് കാൽപാദങ്ങളിൽ പിടിക്കുമ്പോൾ തന്നെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനം അറിയാൻ പറ്റും. അപ്പോൾ ഏത് ഭാഗത്തിനെയാണോ പ്രവർത്തനം മോശമായിരിക്കുന്നത് അതിലൂടെ ആ അവയവത്തിൻ്റെ സെൽസ് ആക്ടിവേഷനിൽ അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനുള്ള പ്രിവെൻഷൻ എടുക്കും. ഞാൻ മുന്നേ വന്ന സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വെരിക്കോസ് വെയിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ വന്നാല്? വെരിക്കോസ് വെയിന് വളരെ ഫലപ്രദമാണ്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ തെറാപ്പി ചെയ്യുമ്പോൾ തന്നെ കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ മെച്ചപ്പെടും. ബ്ലഡ് ഫ്ലോ മെച്ചപ്പെടുമ്പോൾ തന്നെ ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് തന്നെ ആ തരിപ്പും കാര്യങ്ങളെല്ലാനും വ്യത്യാസം വരും. പലർക്കും പല വേദനകളും അസ്വസ്ഥതകളും ഉണ്ടാവും വെരിക്കോസ് നിൽക്കുമ്പോൾ. അതുകൂടാതെ തന്നെ ഒരു വെയിൻ താഴ്ന്നു വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, എന്നാലും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വന്ന സമയത്ത് പിന്നെ ഒരുപാട് കണ്ടതാണ് കേട്ടോ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികള്. ഞാൻ വന്ന സമയത്ത് ഓട്ടിസം ആയിട്ട് വന്ന കുട്ടികള് മാറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ 10-12 ദിവസത്തിന് മേലെ നിന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് തന്നെ വന്നവര് ഞാൻ പോകുന്ന സമയത്ത് ഏറെക്കുറെ അസുഖം മാറിയിട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞ പോലെ നടക്കണം എന്നുള്ളൂ അല്ലേ. എനിക്കുള്ള പ്രശ്നം അതേ ഉള്ളൂ, ഇത് പറഞ്ഞ പോലെ ആ ചിട്ടയിൽ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ ഇനി മുതൽ എന്തായാലും ആൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അതുപോലെ പോയി കഴിഞ്ഞാൽ എന്തായാലും പൂർണ്ണമായിട്ട് അസുഖം എല്ലാവർക്കും മാറും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കുടുംബത്തിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തോളൂ. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ നമ്പർ കൊടുക്കും. ഓക്കെ.